ഞാൻ ഈ അടുത്ത് ഉണ്ടായ ഒരു മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ് ലാപത ലേഡീസ്. ലാപത ലേഡീസിൻ്റെ അർത്ഥം ലോസ്റ്റ് ലേഡീസ് എന്നാണ്. 2024 മാർച്ച് 1 ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. കിരൺ റാവു ആണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. അതുപോലെ തന്നെ ആമിർ ഖാനും കിരൺ റാവുവും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളുടെ കഥാ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ചിത്രത്തിൻ്റെ പേര് പോലെ തന്നെ 2 സ്ത്രീ കഥാപാത്രങ്ങളാണ്. ഒരു വിവാഹിതയായി ഒരു കുടുംബത്തിലേക്ക് ഒരാളുടെ കൈപിടിച്ച് അയാളുടെ ജീവിതത്തിലേക്ക് പുറപ്പെടുന്ന ഒരു പെൺകുട്ടി. അതായത് ഒരു ഗ്രാമ അന്തരീക്ഷത്തിലാണ് ഗ്രാമീണനായ ഒരു യുവാവാണ് കല്യാണം കഴിക്കുന്നത്. വിദ്യാഭ്യാസമോ ജോലിയോ ഒന്നുമില്ലാതെ കൃഷി ഉപജീവനമാക്കിയിട്ടുള്ള ഒരാൾ. അയാളുടെ കല്യാണം കഴിച്ച് ദൂരെയുള്ള ഒരു ഗ്രാമത്തിലാണ് അയാളുടെ സ്വന്തം ഗ്രാമം. അവിടേക്ക് ഈ വധുവിനെയും കൊണ്ട് യാത്രയാവുകയാണ്. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസൊക്കെ നമുക്കറിയാം, അവർ മുഖം ഇങ്ങനെ ശിരോവസ്ത്രം മുഖവും മറച്ച രീതിയിലാണ് അവർ ഡ്രസ്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കല്യാണ വസ്ത്രത്തിൽ വന്നിരിക്കുന്ന വധുവും വരനും അവർ ഒരു ട്രെയിൻ യാത്ര കഴിഞ്ഞിട്ട് വേണം അവർക്ക് അവരുടെ ഗ്രാമത്തിലെത്താനായിട്ട്. അപ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് പോയപ്പോൾ അതേ സീറ്റിൽ തന്നെ, അവരുടെ കമ്പാർട്ട്മെൻറ്റിലെ സെയിം സീറ്റിൽ തന്നെ ഇതേപോലെ തന്നെ വസ്ത്രങ്ങളണിഞ്ഞ ഒരു വരനും വധുവും കൂടി യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു രാത്രി ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ ഈ പറഞ്ഞ കഥാപാത്രം ഭാര്യയും അവിടുന്ന് ഇറങ്ങാനായിട്ട് വധുവിൻ്റെ കൈ പിടിച്ച് അവർ പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങി അവരുടെ ഗ്രാമത്തിലേക്ക് പിന്നെയും കുറേ യാത്രയുണ്ട്. അങ്ങനെ അവർ യാത്ര തുടർന്നു. മറ്റേ വധുവും വരനും ട്രെയിനിൽ യാത്ര തുടരുകയും ചെയ്തു. അങ്ങനെ ഇവർ ഈ പറഞ്ഞ വരനും വധുവും ഗ്രാമത്തിലെത്തി. അവിടെ എത്തി അവർ സ്വീകരിച്ച് അവിടെ എത്തിയപ്പോഴാണ് വധുവിൻ്റെ ആ ഒരു ശിരോവസ്ത്രം മുഖത്ത് നിന്ന് മാറ്റുന്നത്. അപ്പോൾ മാത്രമാണ് അവർ മനസ്സിലാക്കുന്നത് വധു മാറിപ്പോയി എന്നുള്ള കാര്യം. അപ്പോൾ വരന് കാര്യം മനസ്സിലായി, ഇവരുടെ സെയിം കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന വധു തന്നെയാണ് മാറിപ്പോയതെന്നുള്ള കാര്യം മനസ്സിലായി. അബദ്ധത്തിൽ സംഭവിച്ചതാണ്. അപ്പോൾ ഇത് ഈ ഒരു രസകരമായ ഒരു അനുഭവത്തിലൂടെ, എന്നാൽ അതേസമയം അയാളെ സംബന്ധിച്ച് വളരെയധികം വേദനയാണ്. അദ്ദേഹം വളരെയധികം സ്നേഹിച്ച് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വധുവാണ്. വധുവിനെ നഷ്ടപ്പെട്ടതിലുള്ള വേദനയുണ്ട്, കണ്ടെത്തുന്നത് എങ്ങനെയെന്നുള്ള വിഷമമുണ്ട്. അങ്ങനെ ഇവർ കടന്നു പോകുന്ന അതേസമയം ഈ വധു ആയിട്ട് 2 സ്ഥലങ്ങളിലെത്തുന്നവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അവരതിനെ ഓവർകം ചെയ്യാനെടുക്കുന്ന പരീക്ഷണങ്ങൾ, അങ്ങനെ ഇതൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ കഥാതന്തു. ഇതിൽ പ്രധാനമായും വിദ്യാഭ്യാസമില്ലായ്മയുടെ ആ ഒരു ഏറ്റവും സ്ത്രീകൾക്ക് നൽകുന്ന അരക്ഷിതാവസ്ഥയെ ഏറ്റവും നല്ല രീതിയിൽ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ വിദ്യാഭ്യാസത്തിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലാതെ അവരെ വീട്ടുജോലികൾ പഠിപ്പിച്ച് വിവാഹ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ജനനം മുതൽ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് പുതിയ ജീവിതത്തിലേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് മാത്രമാണ് അവർക്ക് കിട്ടുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു ഒറ്റപ്പെടുന്ന ഒരു അറിയാത്ത ഒരു സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യും, അല്ലെങ്കിൽ സ്വന്തം കഴിവുകളെ എങ്ങനെ ഒരു സ്ത്രീക്ക് ഇത്തരം ആപത്തുകളിൽ എത്തിപ്പെട്ടാൽ ഉപയോഗപ്പെടുത്താം എന്നൊക്കെയുള്ള പോസിബിലിറ്റീസും ഈ ചിത്രം നമുക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്ത്രീധനം, അതിനെ ചൊല്ലിയുണ്ടാകുന്ന തർക്കങ്ങൾ, അതുപോലെ തന്നെ ഒരു 2 പുരുഷന്മാരുടെ ജീവിതത്തിലേക്ക് വരുന്ന 2 സ്ത്രീകളാണല്ലോ. അപ്പോൾ 2 സാഹചര്യങ്ങളിൽ സ്ത്രീകൾ ഒരേ രീതിയിൽ കല്യാണം കഴിച്ച് എത്തിപ്പെടുമ്പോൾ അവർ 2 തരം പുരുഷന്മാരുടെ കൂടെ ജീവിക്കേണ്ടി വരുമ്പോൾ ഒരു സ്ത്രീക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്. അതായത് നല്ലൊരു പുരുഷൻ്റെ കൂടെ ആണെങ്കിൽ അവർക്ക് തീർച്ചയായും സന്തോഷവും സമാധാനവും ഉള്ള സ്നേഹമുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാവും. അങ്ങനെ അല്ലാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ എന്തായിരിക്കും ഓരോ സ്ത്രീയും ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ്. കാരണം നമ്മുടെ ഈ ഒരു നോർമലായിട്ടുള്ള അറേഞ്ച്ഡ് മാരേജുകളിൽ ഓരോ സ്ത്രീയുടെയും ജീവിതം ശരിക്കും ഒരു ലക്കിന് നമ്മൾ പരീക്ഷിക്കുന്നത് പോലെയാണ്. എന്താണ് നമുക്ക് എങ്ങനെയുള്ള ഒരു വരനെയാണ് കിട്ടുന്നതെന്ന് ആർക്കും അറിയില്ല. ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് തനിനിറം പലരുടെയും പുറത്ത് വരുന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് തരത്തിലുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണല്ലോ നമ്മളും ഫേസ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഈ ചിത്രം കാണുമ്പോൾ നമ്മളും ചിന്തിച്ചു പോകുന്നുണ്ട്. എന്തായാലും ഈ ചിത്രത്തിലെ കൂടുതൽ രസകരമായ നിമിഷങ്ങളും ഒരുപാട് തമാശകളും ചിന്തിപ്പിക്കുന്ന അവസരങ്ങളും ഗ്രാമജീവിതവും ഒക്കെ മനോഹരമായി ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചിത്രം കണ്ടു നോക്കുക, അപ്പോൾ മാത്രമാണ് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കൂടാതെ ഇതിൽ വളരെ മനോഹരമായ ഗാനങ്ങളുണ്ട്. സജനീരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മനോഹരമായ ഗാനം ഈ ചിത്രത്തിലേതാണ്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് തരുന്ന ചിത്രമായിരിക്കും. എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക.